ഗ്രെയിം സ്വാൻ നമുക്കറിയാം മുൻ ഇംഗ്ലീഷ് സ്പിന്നറാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇംഗ്ലണ്ടുമായുള്ള ടെസ്റ്റ് പരമ്പര ഇന്ത്യൻ ടീം 4-1 സ്വന്തമാക്കിയെങ്കിലും അതിന്റെ ഒരു ക്രെഡിറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പൂർണ്ണമായി നൽകാൻ മുൻ ഇംഗ്ലീഷ് സ്പിന്നറായ ഗ്രെയിം സ്വാൻ അത്ര തയ്യാറല്ല. ഈ പരമ്പരയിൽ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ സ്റ്റോക്സിന് മുകളിലായിരുന്നു രോഹിത് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് സ്വാൻ കഴിഞ്ഞ ദിനം അഭിപ്രായപ്പെട്ടത്. ഇത്തവണ നമുക്ക് സ്വാനിന്റെ ആ അഭിപ്രായങ്ങളിലേക്കൊരു എത്തിനോട്ടമാവാം. നമുക്കറിയാം, ആദ്യ ടെസ്റ്റിൽ പരാജയം ഏറ്റുവാങ്ങിയ ശേഷമാണ് അടുത്ത 4 ടെസ്റ്റുകളിലും ജയിച്ചുകൊണ്ട് ബെൻ സ്റ്റോക്സിന്റെ ഇംഗ്ലണ്ടിനെ, ബേസ്ബോൾ കളിക്കുന്ന ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ടീം നിഷ്പ്രഭരാക്കിയത്. യഥാർത്ഥത്തിൽ വിരാട് കോഹ്ലി, KL രാഹുൽ എന്നിവരുടെ അഭാവത്തിലും യുവതാരങ്ങളെ വെച്ച് ഇന്ത്യക്ക് മിന്നുന്ന വിജയം നേടിക്കൊടുക്കാൻ രോഹിത്തിന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോഹ്ലി പരമ്പരയിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയപ്പോൾ രാഹുലിന് ആദ്യ ടെസ്റ്റിൽ മാത്രമേ കളിക്കാനായുള്ളൂ. അതുപോലെ രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർ ഒരു ടെസ്റ്റിലും കളിച്ചതുമില്ല. മുഹമ്മദ് ഷമി ഒറ്റ ടെസ്റ്റിലും കളിച്ചിട്ടില്ല. സർഫറാസ് ഖാൻ, ധ്രുവ് ജുറേൽ, ദേവദത്ത് പടിക്കൽ, ആകാശ് ദീപ് തുടങ്ങിയ പുതുമുഖങ്ങൾ പരമ്പരയിൽ ഇന്ത്യയുടെ കണ്ടെത്തലുകളായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പല കാരണങ്ങളാൽ ലോകം മുഴുവനും ഉറ്റുനോക്കിയ ഒരു ടെസ്റ്റ് പരമ്പരയായിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര. ബേസ്ബോൾ ശൈലിയിലേക്ക് മാറിയ ശേഷം ഒരു ടെസ്റ്റ് പരമ്പര പോലും തോൽക്കാതെയാണ് ഇംഗ്ലണ്ട് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യ അവിടെ 10 വർഷത്തിനിടെ നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര പോലും തോറ്റിട്ടുമുണ്ടായിരുന്നില്ല. ഒടുവിൽ ഇംഗ്ലണ്ടിന്റെ വിജയ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് വീണ്ടും ഒരു പരമ്പര വിജയം ഇന്ത്യ കൊയ്തത്. അതുപോലെ നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്കും അഭിമാനിക്കാവുന്നതായിരുന്നു ഈ ടെസ്റ്റ് പരമ്പര. 112 വർഷത്തിന് ശേഷമാണ് ആദ്യ മത്സരം തോറ്റ ശേഷം 4-1 പരമ്പര നേടിയെടുക്കുന്ന ആദ്യ നായകനായി രോഹിത് ശർമ്മ മാറിയത്. ആദ്യ മത്സരം തോറ്റപ്പോൾ വലിയ വിമർശനം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് നേടേണ്ടി വന്നിരുന്നു. ഈ വിമർശകരുടെ എല്ലാം വായടപ്പിച്ച് ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുക്കാൻ രോഹിത്തിന് സാധിച്ചു. അതുപോലെ രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ടും 2 സെഞ്ചുറി ഉൾപ്പെടെ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി. യുവതാരങ്ങളെ കൃത്യമായി ഉപയോഗിക്കാനും ടീമിന് അനുകൂലമാക്കി കാര്യങ്ങൾ കൃത്യമായി മാറ്റാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ഇതൊന്നുമല്ല സ്വാനിന്റെ അഭിപ്രായം. ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ വിജയം കൊയ്യാൻ സഹായിച്ചത് രോഹിത്തിന്റെ ഗംഭീര ക്യാപ്റ്റൻസി ഒന്നുമല്ലെന്നും മികച്ച ബോളർമാരുടെ സാന്നിധ്യമാണ് അവർക്ക് മുതൽക്കൂട്ടായതെന്നുമാണ് ഗ്രെയിം സ്വാൻ എന്ന മുൻ ഇംഗ്ലീഷ് സ്പിന്നറുടെ അഭിപ്രായം. രോഹിത് ശർമ്മയാണ് ഈ പരമ്പരയിൽ മുൻതൂക്കമുള്ള ക്യാപ്റ്റൻ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ബോളർമാരാണ് അദ്ദേഹത്തെ ഈ പരമ്പരയിൽ വിജയം കൊയ്യാൻ സഹായിച്ചത്. ബെൻ സ്റ്റോക്സിനെ അപേക്ഷിച്ച് ആവനാഴിയിൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നത് രോഹിത്തിനാണെന്നും താൻ കരുതുന്നതായി സ്വാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിൽ നന്നായിരുന്നു, എന്റെ വാക്കുകളെ നിങ്ങൾ തെറ്റായി എടുക്കരുത്. പക്ഷേ ബെൻ സ്റ്റോക്സ് മോശമായിട്ടാണ് ഇംഗ്ലണ്ടിനെ നയിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. രോഹിത് ശർമ്മയുടെ ബോളർമാർ അദ്ദേഹത്തെ പരമ്പരയിൽ ഉടനീളം നന്നായി സഹായിച്ചിട്ടുണ്ട്. അത് രോഹിത്തിന് മുതൽക്കൂട്ടായി മാറുകയും ചെയ്തു. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ബോളിംഗ് നിരയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. പക്ഷേ അവസാനത്തെ 4 ടെസ്റ്റുകളിലും ബോളർമാർ ഇന്ത്യക്ക് വേണ്ടി നന്നായി പെർഫോം ചെയ്തതായും സ്വാൻ നിരീക്ഷിക്കുകയുണ്ടായി. അഗ്രസീവ് ശൈലിയായ ബേസ്ബോൾ പരാജയപ്പെട്ടതാണ് ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ട് കൈവിടാൻ കാരണമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇംഗ്ലണ്ടിന്റെ മുൻ താരങ്ങളടക്കം പലരും ബേസ്ബോളിനെ രൂക്ഷമായി വിമർശിക്കുന്ന സമയത്താണ്, നാസർ ഹുസൈൻ അടക്കം വിമർശിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്താണ് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനവുമായി സ്വാൻ എത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് ടീമിന്റെ ഈ ഇന്ത്യൻ പര്യടനത്തിൽ ബേസ്ബോൾ ശൈലി കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ ടെസ്റ്റ് പരമ്പരയിൽ ഒരു ഇന്നിംഗ്സിൽ മാത്രമാണ് ബേസ്ബോൾ ശൈലി നമ്മൾ കണ്ടത്. ഒലി പോപ്പ് 190 റൺസ് നേടിയ ടെസ്റ്റിലായിരുന്നു അത്. ആദ്യ ടെസ്റ്റ് ഹൈദരാബാദിൽ നടന്ന 1ാം ക്രിക്കറ്റ് ടെസ്റ്റ്. ബേസ്ബോൾ എന്താണെന്നതിന്റെ ശരിക്കുള്ള നിർവചനം ഒലി പോപ്പിന്റെ ആ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ടീം ഇത്രയും ഫ്ലാറ്റായി വീഴാനുള്ള കാരണമായി എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് താരങ്ങളുടെ ധൈര്യക്കുറവാണ്. നിങ്ങൾ മീഡിയയെല്ലാം വിളിക്കുന്ന ബേസ്ബോൾ ഈ പരമ്പരയിൽ കളിക്കാൻ അവർക്ക് സാധിച്ചതായി എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലണ്ട് ടീമിന് അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പരമ്പര കുറച്ചുകൂടി ഇഞ്ചോടിഞ്ചായി മാറുമായിരുന്നു എന്നും താൻ വിശ്വസിക്കുന്നതായി ഗ്രെയിം സ്വാൻ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഗ്രെയിം സ്വാന്റെ അഭിപ്രായം ഇതാണ്: രോഹിത് ശർമ്മയേക്കാൾ മികച്ച ക്യാപ്റ്റൻസി ഈ പരമ്പരയിൽ ബെൻ സ്റ്റോക്സിൻ്റെതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഗ്രെയിം സ്വാൻ നമുക്കറിയാം 2000കളിലൊക്കെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച സ്പിന്നറായിരുന്നു. മോണ്ടി പാനസറിന് തൊട്ടു മുമ്പും അദ്ദേഹത്തിന്റെ കൂടെയും ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട സ്പിന്നറായിരുന്നു ഗ്രെയിം സ്വാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ഇതിന് താഴെ കമന്റായി എഴുതുക. എന്താണ് ഗ്രെയിം സ്വാന്റെ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം?